ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റാണ് കേട്ടോ. 4:45 എണീറ്റു. 5 മണിയാകുമ്പോൾ 6 മണീൻ്റെ ട്രെയിൻ ഞങ്ങൾ തൃശ്ശൂർ പോകാൻ നിൽക്കുകയാണ്. തൃശ്ശൂർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. കുട്ടികളെയൊക്കെ വിളിച്ച് എണീപ്പിച്ചു കുളിപ്പിച്ച് റെഡിയാക്കി. ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനാണ് തൃശ്ശൂർ. അപ്പോൾ ചെറിയൊരു കാര്യമുണ്ട് ചേട്ടൻ, ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ കാണാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞു, ചേച്ചി വിളിച്ച് പറഞ്ഞു അങ്ങനെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. അതിനിപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയല്ലേ, സൺഡേ ആയിട്ട് പോയിട്ട് വരാം. രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരും ചെയ്യും. ഞങ്ങൾ പോവാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി റെഡി ആവുകയാണ്. രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. എണീറ്റിട്ടൊക്കെ റെഡി. നല്ല തണുപ്പും മഞ്ഞുണ്ട് ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ മഞ്ഞുണ്ടോ? ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഗേറ്റൊക്കെ പൂട്ടി പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ബസ്സിലല്ല, ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ, അടുത്താണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് മെയിൻ റോഡിൽ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അന്ന് പോകണ കാര്യമൊന്നും. വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ഒന്ന് വരുന്നുണ്ടെന്നൊന്നും. ഇനിയിപ്പോൾ നാളെയൊന്നും പോകാൻ പറ്റില്ല, സ്കൂള് തുറക്കുകയാണ്. പിന്നെ നാളെ വർക്കുണ്ട്, ഓട്ടോ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ലീവ് പോലെ എന്ന് വെച്ചിട്ട് പോയിട്ട് വരാറുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒലക്കോട്. അങ്ങനെ ഞങ്ങൾ ട്രെയിന് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെയാണ്, അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് കയറുമ്പോൾ നല്ല സീറ്റൊക്കെ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ട്രെയിനിൽ. അപ്പോൾ ട്രെയിനൊക്കെ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നടക്കാൻ വരുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈ സ്ഥലത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ട്രെയിനിൽ അങ്ങനെ കയറാൻ പോവുകയാണ്. അച്ഛനും മക്കളും കൂടി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറും. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് നിങ്ങൾ തിരിച്ചു വരും. എന്നാലും പിന്നെ നിങ്ങളിന്ന് സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് പറയും. ഞങ്ങളുടെ ട്രെയിനിൽ സീറ്റ് പിടിച്ച് വേഗം പോയിട്ട് കുട്ടികൾ 2 പേരും അച്ഛനും മക്കളും കൂടി. അച്ഛൻ മതി കേട്ടോ, എല്ലാവർക്കും പപ്പ മതി. കുട്ടികൾ പപ്പ എന്ന് വിളിക്കാം. പപ്പ മതി 2 പേർക്കും. എന്നെ അത്ര ഇഷ്ടമല്ല, ഞാൻ നല്ല അടിയൊക്കെ അടിക്കുന്നതുകൊണ്ട് എന്നെ അത്ര കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് പപ്പയോടാണ് ഇഷ്ടം. അപ്പോൾ നീ നോക്കിക്കോട്ടോ. ഇതിൽ ട്രെയിനിൽ കയറി എവിടെയാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കയറി കഴിഞ്ഞാൽ അവർക്ക് സൈഡ് സീറ്റ് വേണം. അതിന് വേണ്ടി ഇവിടെ അടി ഉണ്ടാക്കും 2 പേരും കൂടെ. നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെ 2 കുറുമ്പന്മാർ അടി ഉണ്ടാക്കണവർ? കളിക്കുകയും ചെയ്യും നല്ല സ്നേഹത്തിൽ, പക്ഷെ പെട്ടെന്നായിരിക്കും അടി കൂടുന്നത്. 2 പേർക്കും സൈഡ് സീറ്റ് വേണം. അങ്ങനെ വന്ന് സൈഡ് സീറ്റിൽ ഇരുന്നു. 2 പേർക്കും പപ്പയും വേണം അടുത്ത് തന്നെ. പിന്നെ ഇപ്പോൾ അടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് വീഡിയോ കുറേ ഉണ്ട്, ഞാൻ കുറച്ച് ഷോർട്ടാക്കി എടുത്തിട്ട് പകുതിയൊക്കെ എടുത്തിട്ടേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ട്രെയിന് എടുക്കാൻ സമയം. ഓക്കെ, ബൈ പോയിട്ട് വരാം കേട്ടോ. വന്നിട്ട് ബാക്കി വിശേഷം പിന്നെ പറയാം.